മലയാളത്തിൻ്റെ രണ്ട് മഹാപ്രതിഭകൾ ഒന്നിക്കുന്നു. പ്രതിഭകൾ ഒന്നിക്കുമ്പോൾ തന്നെ എപ്പോഴും ഒരു ക്ലാസിക്ക് തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, ഈ രണ്ട് മഹാപ്രതിഭകൾ ഒന്നിക്കുമ്പോഴും നമ്മൾ ക്ലാസിക്കുകൾ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, അല്ലേ? അതെ, മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടിയുടെ പുതിയ പടം പദയാത്ര എന്ന സിനിമ. മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മലയാള സിനിമയെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും രേഖപ്പെടുത്തിയ സംവിധായകൻ എന്ന് സംശയലേശമന്യേ നമുക്ക് പറയാവുന്ന ഒരു സംവിധായകൻ. ആ സംവിധായകനും മലയാളികളുടെ സ്വന്തം മമ്മൂക്ക. അവർ രണ്ടുപേരും ഒന്നിച്ചപ്പോഴെല്ലാം തന്നെ മലയാളത്തിന് ലഭിച്ചത് ക്ലാസിക്കുകൾ സിനിമകൾ തന്നെയായിരുന്നു. വിധേയനും പൊന്തന്മാടെയൊക്കെ മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലത്തിൽ രേഖപ്പെടുത്തിയ സിനിമയാണ് എന്നതിനപ്പുറം മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ഈ സിനിമകളിലൂടെ നേടാനും സാധിച്ചിരുന്നു എന്നുള്ളത് വേറൊരു വസ്തുത. എന്തായാലും ഇവർ ഒന്നിച്ചപ്പോഴൊക്കെ തന്നെ ഇതുപോലുള്ള സിനിമകളാണ് പിറവിയെടുത്തത്. മലയാള സിനിമ രേഖപ്പെടുത്തുന്ന സിനിമകളാണ് വന്നത്. അപ്പോൾ അവർ വീണ്ടും 32 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂക്കയും ഒന്നിക്കുന്ന പദയാത്ര എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഷൂട്ടിംഗ് തീർന്നിരിക്കുന്നത്, അത് പാക്കപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ബാക്കി വർക്കുകളെല്ലാം കഴിഞ്ഞ് ഡിസംബറിലേക്ക് അല്ലെങ്കിൽ 2006 അവസാന മാസങ്ങളിലേക്ക് റിലീസിങ്ങിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 32 വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒന്നിക്കുമ്പോൾ, രണ്ട് മഹാപ്രതിഭകൾ ഒന്നിക്കുമ്പം മലയാളത്തിന് കിട്ടുന്നത് ഒരു മഹാസംഭവമായിരിക്കും. ഒരു മലയാള സിനിമയുടെ അടുത്തൊരു ക്ലാസിക്ക് തന്നെയായിരിക്കും അത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ സിനിമാ സംബന്ധമായിട്ടുള്ള ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.